വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഉൽപ്പത്തി പുസ്തകത്തെ ആസ്പദമാക്കിയാണ്. ഉൽപ്പത്തി പുസ്തകം ടോട്ടൽ ആകെ 50 അധ്യായമാണ് ഉള്ളത്. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അതിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി ആഴായും ശൂന്യമായിരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യായുഷസ്സുമായി ഒന്നാം ദിവസത്തിൽ ദൈവം പകലിനെ രാത്രിയൊക്കെ സൃഷ്ടിച്ചു. അപ്പം പകല് നമുക്ക് വെളിച്ചം കിട്ടുന്ന ആരിൽ നിന്നാണ്? സൂര്യനിൽ നിന്ന്. രാത്രി ചന്ദ്രനെ സൃഷ്ടിച്ചു. പിന്നെ അതേപോലെ തന്നെ ആദിയിൽ ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ഈ ആകാശം ഭൂമിയും സൃഷ്ടിക്കുമ്പം അടുത്തത് എന്തായിരുന്നു? ഭൂമി പാഴും ശൂന്യമായിരുന്നു. പിന്നെ അതുപോലെ അതാണ് ഇരുൾ ആയിരുന്നു. പക്ഷേ ഈ ഇരുളിലും നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടോ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ആത്മാവ് തന്നതാരാണ്? ദൈവമാണ്. ഈ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ്? ശരീരത്തിൽ നമ്മുടെ ഹൃദയ കവാടം തുറന്നു കൊടുത്ത ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ആത്മാവ് ഈ ഉള്ളിലാണ്, ഉള്ളിലാണ് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നത്. കാരണം ഈ ഉള്ളിൽ തന്നിരിക്കുന്ന ഈ ആത്മാവിനെ മതി ദൈവത്തിനതാണ്. ദൈവം വെള്ളങ്ങളുടെ മധ്യയെ ഒരു വിധാനം ഉണ്ടാക്കട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിയായട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവവിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യായുഷസ്സുമായി 2-ാം ദിവസം. കണ്ടോ? അപ്പോൾ 2-ാം ദിവസത്തിലും വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അതായത് വെള്ളവും തമ്മിൽ വേർതിരിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. കണ്ടോ? സന്ധ്യായുഷസ്സുമായി 2-ാം ദിവസം. അപ്പം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാക്കട്ടെ, അത് വെള്ളത്തിന് തമ്മിൽ വേർതിരിപ്പായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യായുഷസ്സുമായി 2-ാം ദിവസം ഉണ്ടാകും. ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഉണങ്ങിയ നിലം, അപ്പം എല്ലായിടത്തും വെള്ളമാണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്ന് പേരിട്ടു. കണ്ടോ? ഭൂമി എന്നും വെള്ളത്തിന് കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യായുഷസ്സുമായി 3-ാം ദിവസം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ചേർത്തോടെ നടത്തട്ടെ. ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവം തമ്പുരാൻ എല്ലാവരും നിറയ്ക്കട്ടെ. നിങ്ങളായിരിക്കുന്നത് കർത്താപ്പച്ചൻ നിങ്ങളെ പരിപാലിക്കട്ടെ, ചേർത്തോടെ നടത്തട്ടെ. നിങ്ങളെല്ലാം ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തെ ആസ്പദമാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആദ്യ ഭാഗം കുഞ്ഞുങ്ങളൊക്കെ വായിച്ച് ബലപ്പെടണം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ചേർത്തോടെ നടത്തും. ഗോഡ് ബ്ലെസ് യു.